ഫ്രണ്ട്സ്, മലയാളം മൂവി ന്യൂസിന് ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. സന്തോഷം മറ്റൊന്നുമല്ല, രാവിലെ ലാലേട്ടൻ്റെ തുടരുമെന്ന സിനിമയുടെ ട്രെയിലർ. ശേഷമാകട്ടെ ജിംഖാന, നസ്ലിൻ നായകനാകുന്ന ജിംഖാന, മമ്മൂട്ടിയുടെ ഏപ്രിൽ 10 ഇറങ്ങുന്ന മികച്ച സിനിമയായ ബസൂക്കയുടെ ട്രെയിലറും എത്തി. മലയാള സിനിമയുടെ അഭിമാനമായ 2 ലെജൻഡ്സ് മമ്മൂട്ടിയും മോഹൻലാലും, 2 പേരുടെയും വ്യത്യസ്ത സിനിമകളുടെ ട്രെയിലർ എത്തി എന്നുള്ളൊരു സന്തോഷം തന്നെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ 27-ാം തീയതി എമ്പുരാൻ റിലീസാവുകയാണ്. മികച്ച അഭിപ്രായം നേടി ആ സിനിമയും വിജയമാകട്ടെ. ഏപ്രിൽ 10 ഇറങ്ങുന്ന മമ്മൂട്ടിയുടെ ബസൂക്കയ്ക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊരു അഭ്യർത്ഥന, സിനിമാ വിശേഷങ്ങൾ വേഗത്തിലറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ബസൂക്കയുടെ ട്രെയിലർ വിശേഷങ്ങളിലേക്ക് കടക്കാം. മമ്മൂട്ടി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബസൂക്കയുടെ ട്രെയിലർ എത്തി. കിടിലൻ ഡയലോഗുകളും പവർ പാക്ഡ് ആക്ഷൻ സീനുകളുമാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയും ഗൗതം വാസുദേവ് മേനോനും തുല്യ പ്രാധാന്യത്തോടെയാണ് സിനിമയിൽ എത്തുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന ഒരു സൂചന. മമ്മൂട്ടിയുടെ നരേഷനിൽ GVM കഥാപാത്രവും തിരിച്ച് GVMൻ്റെ നരേഷനിൽ മമ്മൂട്ടിയും ആണ് ട്രെയിലറിലുള്ളത്. മോഹൻലാൽ ചിത്രം എമ്പുരാൻ റിലീസിന് ഒരു ദിവസം മുൻപെയാണ് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയത്. അതിനാൽ തന്നെ കേരളത്തിലെ തിയേറ്ററുകളിൽ എമ്പുരാൻ റിലീസിന് മുമ്പോടിയായി ബസൂക്കയുടെ ട്രെയിലർ പ്രദർശിപ്പിക്കാനാണ് സാധ്യത. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളായ കലൂ ഡെന്നീസിൻ്റെ മകനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ ഡിനോ ഡെന്നീസ്. ബസൂക്കയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ബെഞ്ചമിൻ ജോഷുവ എന്ന കഥാപാത്രം ഗൗതം വാസുദേവ് മേനോനാണ് ഈ ചിത്രത്തിൽ വേഷമിടുന്നത്. ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആൻ്റണി, ഹക്കിം ഷാജഹാൻ, ബാമ അരുൺ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിക്കുന്നു. കാപ്പ, അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക. ഏതായാലും മമ്മൂട്ടിയുടെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയാകട്ടെ ചിത്രം എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക സുഹൃത്തുക്കളെ. അടുത്ത സിനിമാ വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ വണക്കം.